മറ്റൊരു ചോദ്യം നോക്കാം. ഇവിടെ ബീജഗണിത രൂപം, അതായത് ഓൾജിബ്രായിക് ഫോം തന്നിട്ടുണ്ട്. ഒരു സമാന്തര ശ്രേണിയുടെ ഓൾജിബ്രായിക് ഫോം 4n+1 ആണ്. ചോദ്യം 1, ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്നിന്റെ ഗുണോത്തരമായിരിക്കും, എന്നിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 4n എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ n ആയിരിക്കും, എന്നിന് തൊട്ട് മുന്നിൽ കിടക്കുന്ന വാല്യൂ ആയിരിക്കും അവിടുത്തെ കോമൺ ഡിഫറൻസ്, അതായത് 4. ഇത് വേറെ രീതിയിൽ കണ്ടുപിടിക്കാൻ ഞാൻ അതുകൂടെ പറയാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2-ൽ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് ടൈം എത്രയാണ്? ഫസ്റ്റ് ടൈം കാണാൻ എന്നിന് 1 ഇട്ട് കൊടുത്താൽ മതി, സെക്കൻഡ് ടൈം കാണാൻ എന്നിന് 2 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം കാണാൻ എന്നിന് 1 ഇട്ട് കൊടുത്താൽ 4 × n, അതായത് 1+1. കൂട്ടിയിട്ട് ഗുണിക്കുകയല്ല, ഗുണിച്ചതിന് ശേഷം വേണം കൂട്ടാൻ. അപ്പോൾ 4 × 1 4, 4+1 5. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ടൈം. ഇനി ക്വസ്റ്റ്യൻ സി ചോദിച്ചിരിക്കുന്നത് ഈ സീരീസിലെ ഏത് ടൈമിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര വരും? അപ്പോൾ ഈ ശ്രേണിയിലെ ഏതൊരു പദത്തെയും 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര വരും? അത് ഇത് നോക്കി നമുക്ക് മനസ്സിലാവും. 4ന്റെ ഗുണിതം +1, അപ്പോൾ ആ +1 ആയിരിക്കും അവിടുത്തെ ശിഷ്ടം, അല്ലെ, റിമൈൻഡർ. അപ്പോൾ 4ന്റെ ഗുണിതം എന്ന് വെച്ചാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും കഴിയണം. അപ്പോൾ +1 എന്ന് പറയുന്നത് എന്താണ്? അവിടെ ബാക്കിയാവുന്നതാണ്. ബാക്കിയാവുന്നത് മീൻസ് അവിടുത്തെ റിമൈൻഡർ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ സിയുടെ ആൻസർ 1 ആണ്. നമുക്കെങ്ങനെ ഈ ശ്രേണി എഴുതാൻ പറ്റും? ഈ ശ്രേണി എഴുതുക എന്ന് വെച്ചാൽ അതിൻ്റെ 4-5 ടേമുകൾ എഴുതുന്നതല്ലേ. സോ ഇനി 1 ഇട്ട് കൊടുത്താൽ 4 × 1+1, അതായത് 4 × 1 4, 4+1 5. സെക്കൻഡ് ടൈം കിട്ടാൻ എന്നിന് 2 ഇട്ട് കൊടുത്താൽ അല്ലേ, 4 × 2 8, 8+1 അതായത് 9. എന്നിന് 3 ഇട്ട് കൊടുത്താൽ മൂന്നാമത്തെ ടൈം കിട്ടാം, 4 × 3 12, 12+1 13. ഇതാണ് നമ്മുടെ ശ്രേണി. അപ്പോൾ ഈ ശ്രേണി ആദ്യം എടുത്ത് എഴുതിയിട്ട് അതിൽ നിന്ന് വേണമെങ്കിൽ ഈ ഉത്തരങ്ങളെല്ലാം എടുത്ത് എഴുതാൻ നോക്കൂ. ഡി, അതായത് കോമൺ ഡിഫറൻസ് കാണാൻ 9 ൽ നിന്ന് 5 കുറച്ച് 4 എഴുതാം. അതുപോലെ ഒന്നാമത്തെ ടൈം കാണാൻ 2 ഇവിടെ ഉണ്ട്, ഒന്നാമത്തെ ടൈം 5 ആണെന്ന്. ഇവിടുത്തെ ഓരോ ടൈമിനെയും ഓരോ സംഖ്യയും അല്ലെങ്കിൽ ഓരോ പദത്തെയും 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര വരുമെന്നും നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ നോക്കും. 5നെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരും. 9നെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര വരും? 2 4 8, ബാക്കി എത്ര? ശിഷ്ടം 1, റിമൈൻഡർ 1 വരും. അല്ലെങ്കിൽ 13നെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരും, അല്ലേ, 13/4, 4 3 12, ശിഷ്ടം 1. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഉത്തരം നമുക്ക് ശ്രേണി എടുത്തെഴുതി അവിടുന്ന് വേണമെങ്കിലും ചെയ്തു പോകാം.